ഡൽഹിയിൽ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ജണ്ടേവാലയിലെ തമിഴ് സ്കൂളിലാണ് ആദ്യം ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസ് പരിശോധന നടത്തുകയാണ്. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്? പോലീസിന്റെ പരിശോധന നടക്കുകയാണോ? എന്തായിരുന്നു ഭീഷണി സന്ദേശം? എവിടെ നിന്നാണ് ഭീഷണി സന്ദേശം വന്നെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹിയിലെ വിവിധ സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ഇന്ന് 3 സ്കൂളുകൾക്കാണ് ഇന്ന് രാവിലെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ആദ്യം ചണ്ടേവാലിലെ ഒരു തമിഴ് സ്കൂളിൽ 9 മണിയോടുകൂടി ഇമെയിൽ വഴിയാണ് ഈ സന്ദേശം വരികയും ഇതിന് പിന്നാലെ സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ ആ സ്കൂളിലെത്തിയ സംഘം ഇത്തരത്തിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ അടക്കം ഒഴിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ പരിശോധന നടത്തുകയാണ്. വ്യാജ ഭീഷണി സന്ദേശം എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഈ ആഴ്ച രണ്ടാം തവണയാണ് സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 13 സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് വിവിധ തലങ്ങളിൽ നിന്നുണ്ടാകുന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. കാരണം പാർലമെന്റിലടക്കം ബോംബ് വെച്ച് തകർക്കുമെന്ന ഖലിസ്ഥാൻ ഭീഷണി സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഭീഷണി സന്ദേശം അയച്ച നിരവധി പേരെ പോലീസ് പിടികൂടിയിരുന്നു. ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നാണ് ചില വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയത്. ഈ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. എന്തായാലും മുൻകരുതൽ നടപടി എന്ന വിധം ഇപ്പോൾ സ്കൂളുകളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളെ വിലകുറച്ച് പോലീസ് കാണുന്നില്ല. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സംഭവത്തെ പോലീസ് സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോഴും ഈ 3 സ്കൂളുകളിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.